അങ്ങനെ ഒരു ഗംഭീര ദൃശ്യവിസ്മയം കണ്ടുവന്നതിന്റെ ഹാപ്പിനെസ്സിലുണ്ടോ. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം ഒരു ഇന്ത്യൻ സിനിമയിൽ. ഇതിനു മുമ്പ് എല്ലാവർക്കും അറിയാലോ, ബാഹുബലിയാണ് ഏറ്റവും അതിന്റെ എഡ്ജിലേക്ക് ഉണ്ട്. അതിനുശേഷം രാജമൗലിക്ക് പോലും RRR അത്രത്തോളം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണെങ്കിൽ ബാഹുബലിയോളം വന്നില്ല. എന്നാൽ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കതൊന്ന് കിടപിടിക്കാൻ പറ്റിയൊരു സംഭവം ഇവിടെ ഉണ്ടായോ എന്ന് വെച്ചാൽ അതാണ് കൽക്കി. കൽക്കി എന്ന് പറഞ്ഞ സിനിമ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഞാൻ എൻ്റെ തമ്പിൽ വെച്ചേക്കണ മാഡ് മാക്സ് ഫ്യൂറി റോഡ് എന്ന് പറഞ്ഞ സിനിമയുടേത് ഞാനത് കമ്പാരിസന് വേണ്ടി വെച്ചതല്ല കേട്ടോ. എനിക്ക് അതിന് കുറച്ച് സിമിലാരിറ്റി തോന്നിയതുകൊണ്ടാണ്. ഇപ്പം എല്ലാവരും ഈ പടം ഗംഭീരം എന്ന് പറയുമ്പോൾ എൻ്റെ അനുഭവമുള്ളൂ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മാഡ് മാക്സ് ഫ്യൂറി റോഡ് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. ഞാൻ അത് റിപ്പീറ്റ് വാച്ച് കാണുന്ന സിനിമയാണ്. അത് എപ്പോഴും ഇരുന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ത്രില്ല് മോഡിലൊരു സാധനം കാണണമെന്ന് തോന്നിയാൽ ഞാൻ ആ സിനിമയായിരുന്നു ഇപ്പോൾ കാണാറ്. അപ്പോൾ ആ സിനിമയിലും ഏതാണ്ട് തീം തന്നെയാണ്. ഇതിൻ്റെ കഥ സ്പോയിലറൊന്നുമില്ല. സ്പോയിലർ ഇപ്പോൾ ഈ കൽക്കിയിലെ ഫുൾ കഥയായിരുന്നു ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ പോലും ആ പടം കഥ കേട്ടിട്ട് പോയി കണ്ടാലും അതൊരു അനുഭവം തന്നെയാണ്. ഒരു വമ്പൻ ഫീൽ ചെയ്യുന്ന സിനിമയാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയാണ്. 3D ആയിക്കോട്ടെ, അറ്റ്മോസ്ഫിയർ, സൗണ്ട് സിസ്റ്റം എല്ലാത്തിലും നല്ലൊരു തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയാണ്. അതുകൊണ്ട് ഇതിൻ്റെ കഥ ഫുള്ളായിട്ട് കേട്ടിട്ട് സ്പോയിലർക്ക് അറിഞ്ഞിട്ട് പോയാൽ പോലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല ആരും. അതുമാതിരി സിനിമയാണ്. അതിൻ്റെ നെഗറ്റീവ് പറയാം, അതായത് പോസിറ്റീവ് ഉള്ളൂ അതിന് കൂടുതലും. അപ്പം ഞാൻ പറഞ്ഞത് ഈ മാഡ് മാക്സ് റോഡ് സിനിമയുണ്ട്. അതിൻ്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ, വെള്ളം തന്നെയാണ്. വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധം പോലെ തന്നെയാണ് ആ സിനിമ കാണിക്കുന്നത്. ഒരു പ്രത്യേക ലോകം, ലോകാവസാനം. ഹോളിവുഡ് സിനിമ ഒരുപാട് നമ്മൾ ലോകാവസാനം കണ്ടിട്ട്, വാട്ടർ വേൾഡ് മുതൽ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ, അങ്ങനെ ഒരുപാട് പടങ്ങൾ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ലോഹയുടെ പെട്ടകം പോലെ ചൈന ഹിമാലയത്തിൽ ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ഒരു അങ്ങനെ പടങ്ങളൊന്നും ഉണ്ടല്ലോ. അന്ന് പറഞ്ഞ പോലെ തന്നെ ഹിമാലയം തന്നെയാണ് അൾട്ടിമേറ്റ് വേൾഡിൻ്റെ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലമാണ്. പിന്നെ അതായത് ഏറ്റവും അവസാനിക്കാൻ ലാസ്റ്റ് ഘട്ടം വരുത്തുന്നതും ഹിമാലയം തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ ഒരു മിത്തോളജി അല്ലെങ്കിൽ ഇന്ത്യൻ ഐതിഹ്യങ്ങൾ, സംഭവങ്ങളൊക്കെ എങ്ങനെ ഇതിൽ ബ്ലെൻഡ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ സിനിമ. അപ്പോൾ ഈ മാഡ് മാക്സിൽ കാണിക്കുന്ന പോലെ തന്നെ ജലത്തിന് വേണ്ടി, അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമൻസ്, ഫെർട്ടൽ ലേഡീസിന് വേണ്ടിയിട്ട് അതും ഇത് അങ്ങനെ ഒരു കണക്ഷൻ്റെ അത് തന്നെ. അതായത് നമ്മൾ ആ സിനിമയിൽ കണ്ട ഒരുപാട് സാധനങ്ങൾ ഇതിൽ കാണാൻ പറ്റും. പിന്നെ അതിൽ കംപ്ലീറ്റ് റോഡിൽ കിടന്നിട്ടുള്ള അടിയാണെങ്കിൽ ഇത് കുറച്ച് വായുവിലും കൂടി ഉള്ള സംഭവം എന്ന് പറയാം. എനിക്ക് ത്രില്ല് ഇപ്പോഴും എനിക്ക് മാഡ് മാക്സ് തന്നെയാണ്. കാരണം അത് ആ റോഡിൽ വണ്ടിയുടെ പോക്കും, പ്രത്യേകതരത്തിലുള്ള വണ്ടികളും അതിൻ്റെ ഒരു സ്പീഡും അടിയും, അതുപോലെ അതിൻ്റെ പ്രത്യേക ക്യാരക്ടേഴ്സും സംഭവങ്ങളൊക്കെ വന്ന സമയത്ത് നമുക്ക് മാഡ് മാക്സ് തന്നെയാണ് അതിൻ്റെ എനിക്കിപ്പോഴും തൃപ്തി. കൽക്കിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ പടം പറഞ്ഞാൽ നിങ്ങൾ ആ പടം കണ്ടെങ്കിൽ ആ പടം കണ്ടിട്ട് ഈ പടം കാണുമ്പോൾ അത് വേറെ ഫീൽ ആയിരിക്കും. കാരണം ഈ പടത്തിൽ ഇന്റർവെല്ലിൽ വരെ ചെറിയ വലിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മെയിൻ സംഭവിച്ചത് തെലുങ്കന്മാർക്ക് ആ വലിച്ചിലുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രഭാസ് എന്ന് പറഞ്ഞ നടനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ സംവിധായകൻ തെലുങ്ക് പടം ഉള്ളപ്പോൾ ഈ നാഗാശ്വിൻ എന്ന് പറഞ്ഞ സംവിധായകൻ, അപ്പോൾ പുള്ളിക്ക് അദ്ദേഹത്തിനെ ആ സ്റ്റാറിനൊന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വീണാട്ടങ്ങളൊക്കെ നമുക്ക് വലിച്ചിട്ട് വന്ന പുള്ളിയുടെ ഒത്തിരി തമാശകൾ, എന്നിട്ട് റിബൽ സ്റ്റാർ, പിന്നെ അങ്ങനെയുള്ള പുള്ളിയുടെ കുറേ ടാഗൊക്കെ ഉണ്ടല്ലോ, ആ ടാഗ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് നടക്കെ വീണാട്ടം കാണിച്ചിട്ടുണ്ട്. ബാക്കി അത് കഴിഞ്ഞാൽ അതോടെ ഒഴിവാക്കി വിട്ടാൽ, ആ വലിച്ചിലങ്ങോട്ട് ഒഴിവാക്കി വിട്ടാൽ പിന്നെ പടം വേറെ ലെവലാ. മേക്കിംഗ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സും അതിൻ്റെ സംഭവങ്ങളൊക്കെ അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ മറ്റേ ആദിപുരുഷൊക്കെ എടുത്ത സംവിധായകനുണ്ടല്ലോ കെട്ടിയിട്ടിട്ട് പുളിവാളെടുത്തിട്ട് അടിച്ചിട്ട് ഇത് കാണാ ഓരോ ഫ്രെയിമും കാണാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം. മറ്റേ സൈഫ് അലി ഖാൻ രാവണനായിട്ട് 5 തല ഇപ്പുറത്തും 5 തല മുകളിലൊക്കെ ആയിട്ട് വന്നില്ലേ രാവണൻ, ചോന്നുകൊണ്ടൊക്കെ വന്നവര് രാവണൻ. എന്നിട്ട് മലമ്മാമ്പൊക്കെ ചുറ്റി മറ്റേ രാവണൻ പുളകിത രാവണ സീനൊക്കെ ആദിപുരുഷില് പ്രഭാസിനെ കാണിച്ചത് അവരെയൊക്കെ പിടിച്ചിട്ട് അച്ചക്കിട്ട് മുകളിൽ ചോർന്ന് കൊടുക്കണം. ഈ പടം കൊണ്ട് കാണിക്കുന്നത് ഇതാണ് മോനെ പടം, ഇതാണ് ഗ്രാഫിക്സ്, അതിനെ എങ്ങനെ ഒറിജിനാലിറ്റി കാണിക്കാം. ഇതിൽ അമിതാഭ് ബച്ചനെ വരെ ചെറുപ്പമായിട്ടുള്ള ഒരു ചില സാധനങ്ങൾ കാണിച്ചിട്ട് പോലും ഉണ്ട്. അതുപോലും നമുക്ക് ഒരു വൃത്തികേടായിട്ട് തോന്നല. ആ മനുഷ്യനെ അമിതാഭ് ബച്ചന്റെ ഒക്കെ സ്ക്രീൻ പ്രസൻസ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, പണ്ടെങ്ങാണ്ട് പുള്ളിനെ ഞാൻ ഇത് ചെയ്തിട്ട് പിന്നെ നമ്മൾ പടങ്ങൾ കാണാറില്ല. ഇന്റെ പൊന്നും മനുഷ്യൻ പ്രഭാസം ഇച്ചിരി മാറിക്കണം. ഇതിൽ പുള്ളി ഒരു 8 മനുഷ്യനൊക്കെ ആയിട്ട് നമ്മൾ കാണിച്ചാണ്. അത് മഹാഭാരതത്തിന്റെ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്താണ്. കൽക്കി അവതാരത്തിന്റെ സംഭവമാണ്. നല്ല രസമുണ്ട്. മഹാഭാരതത്തെ കുറിച്ച് അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലോ. അപ്പൊ ആ ഒരു മിത്തോളജി ഇതിലെങ്ങനെ ബ്ലെൻഡ് ചെയ്ത്, ഇതിപ്പോ നമ്മളിപ്പോ എങ്ങനെയുള്ള ആക്ഷൻ പടമായാലും ഈ അല്പം ദൈവികമായിട്ടുള്ള കുറച്ച് പരിവേഷണം കൊടുക്കുമ്പോൾ അതിനൊരു റൊമാൻറ്റിഫിക്കേഷൻ വേറെയാണ്. എത്രയൊക്കെ നമ്മൾ എത്തിയസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കത് ഇതിൽ കണക്ട് ചെയ്യും. അതിപ്പോൾ ഹോളിവുഡ് സിനിമകളായാലും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എത്രയോ സിനിമയാണ് ഈ ഗ്രീക്ക് മിത്തോളജി, മെയിനായിട്ട് ഈ 2 മിത്തോളജിയാണ് മെയിനായിട്ടും. എനിക്ക് വേറെ അതൊന്നുമില്ല, ചൈനീസ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കേട്ടുള്ള ഈ ഗ്രീക്കിലൊക്കെയുള്ള ഈ സൂര്യഭഗവാൻ, നമ്മുടെ മഹാഭാരതത്തിലുള്ള മാതിരി തന്നെ വായു ഭഗവാൻ, സൂര്യഭഗവാൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഗ്രീക്കിലും അതുണ്ട്. ജലദേവതയും സിയൂസ് ദേവനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ അക്വാമാൻ സിനിമ, നമ്മുടെ ജാസൻ മമാവയുടെ സിനിമയൊക്കെ ഉണ്ടല്ലോ. പുള്ളി ഒരു വാട്ടർ ഒരു കടലിൻ്റെ അടിയിൽ പോയിട്ട് മത്സ്യകന്യകയിൽ നിന്ന് ജനിച്ചത് കൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു സാധനം നമുക്ക് ഒരു റൊമാൻറ്റിഫിക്കേഷൻ കൂടും.
ഇപ്പൊ ഹെർക്കുലീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ സ്കോർപ്പിയൻ കേട്ടല്ല, അങ്ങനെ ഇച്ചിരി ദൈവികത വരുമ്പോൾ അതിന് മാറ്റി കൂടുതലോ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലും മഹാഭാരതം എന്ന് പറഞ്ഞുള്ള ആ ഒരു കണ്ടന്റിനെ എടുത്തിട്ട് ഇടയ്ക്ക് അതിന്റെ ഒരു സ്പാർക്ക്, ഒരു ഗ്ലിംസ് കൊടുത്തിട്ടുള്ളൂ. കുറേശ്ശെ ഒരു ഇച്ചിരി. എൻ്റെ പൊന്നു, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഹാഭാരത സീരിയൽ ഉണ്ടാകുമ്പോൾ ഓർമ്മയില്ല, അത് കാണുമ്പോൾ ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ. ഇങ്ങനെ എപ്പിസോഡുകൾ ഇങ്ങനെ ഘാട്ടമായിട്ടാണ് കാണാൻ. ഇത് കൂടി ഈ സിനിമയിൽ ഇത്രയും ഒരു 20 മിനിറ്റ് ഒന്നുമില്ല, അത് അടുപ്പിച്ചല്ല കാണിക്കുന്നത്. ഒരു മിനിറ്റ് ഉള്ളൊരു സീൻ കാണിക്കും, പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് വേറൊരു മിനിറ്റ്. ആ ഗ്ലിംസ് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ മഹാഭാരതത്തിൻ്റെ ഒരു മാറ്റ്, ആ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ ഇത് മിന്നി മാഞ്ഞ് പോകണുള്ളൂ. ഓരോ ക്യാരക്ടേഴ്സ് അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ സ്പോയിലറൊന്നുമല്ല. അതുകൊണ്ട് ഇപ്പോൾ അർജുനനെ കാണിക്കുന്നുണ്ട്, കൃഷ്ണനെ കാണിക്കുന്നുണ്ട്. കൃഷ്ണനെ ഫേസ് കാണിച്ചിട്ടില്ല, കാരണം അതെനിക്ക് തോന്നുന്നു രണ്ടാം ഭാഗത്തിൽ നല്ലൊരു നടനെ ഇവർ അന്വേഷിച്ചിട്ട് അതാണ് ആപ്റ്റാവാത്തോ അതിന് പ്രഭാസിന് തുല്യം, അല്ലെങ്കിൽ പ്രഭാസിന്റെ ഒപ്പത്തിനൊക്കെ നിൽക്കുന്ന ക്യാരക്ടർ വന്നുമല്ലോ ഈ കൃഷ്ണന്റെ ഒക്കെ ക്യാരക്ടർ. അങ്ങനെയാണ് വെച്ചത്. ബച്ചന്റെ ഒക്കെ റോൾ, അശ്വത്ഥാമാവിന്റെ റോളുണ്ട്, ദ്രോണാചാര്യപുത്രൻ അശ്വത്ഥാമാവ്. ചില്ല് റോളാ. ഇതിന്റെ കുറെ കോൺട്രാഡിക്ഷൻ ഉണ്ട്. കാരണം ഈ മഹാഭാരതത്തിലെ വില്ലന്മാരൊക്കെ ഇതിൽ നായകന്മാരാ. വില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് മഹാഭാരതത്തിലെ കർണനാണ് നമ്മുടെ കർണൻ ആരാന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അതിലും സസ്പെൻസ് കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ അർജുനന്റെ ഒരു റോൾ ഉള്ളത്, പുള്ളി ഒരു കൽക്കി വരുമ്പോൾ വില്ലനാവും ഒന്നും അങ്ങനത്തെ ഒരു സാധനത്തിനാണ് ഇവർ കൊണ്ടു നിർത്തുന്നത്. കമലഹാസൻ നിലവിൽ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത് നിലവിൽ. അപ്പൊ അത് കമലഹാസൻ വലിയ കാര്യമായിട്ട് സംഭവമില്ല, അതിൽ കൂടുതലും ഗ്രാഫിക്സ് വെച്ചിട്ടാണ് കളികൾ. ഈ പ്രായമായ ഇപ്പം ബച്ചനായിക്കോട്ടെ കമലഹാസനായിക്കോട്ടെ ഇവരെയൊക്കെ ഒരുപാട് പണിയിപ്പിച്ചു പറയുമ്പോൾ അവരുടെ ഒരു ഇമേജാണ് ശരിക്കും ഇവരിതിൽ പുള്ള ചെയ്താണ്. അത് അവരുടെ ഒരു ഇതുണ്ട്, നമ്മുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനമുണ്ടല്ലോ, അതിനെടുത്തിട്ടാണ് ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഈ മോഹൻലാലിനെ ആയിക്കോട്ടെ മമ്മൂട്ടിനെ ആയിക്കോട്ടെ ഈ ലെജൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ഇവർ രജനീകാന്തോ ഇവർ ആരാണെങ്കിലും ആരെടുത്താലും അവരെയൊക്കെ കൂടുതൽ നശിപ്പിക്കുമല്ലോ ചില സംവിധായകരെ കൊണ്ടിട്ട് തവിടുണ്ടായിക്കളല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ട് ഈ സിനിമ കണ്ടിട്ടുള്ളൂ. എങ്ങനെ ഒരു ലെജൻസ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ നമുക്ക് പ്രസന്റ് ചെയ്യാം, അവരെങ്ങനെ ജനങ്ങളിലേക്ക്, ആരാധകർക്ക്, ഫാൻസിന്റെ ഇടയിലേക്ക് എങ്ങനെ അവരെ പ്രസന്റ് ചെയ്യാന്നുള്ള ഒരു മകുടോദാഹരണമാണ് ഈ കൽക്കി. അജാദിയായിട്ട് പ്രസന്റ് ചെയ്യണേ ദീപിക പടുക്കോൺ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മുടെ ഗംഗാനദിയിലെ ജല അവസാന തുള്ളി വരെ പറ്റുന്ന രീതിയിൽ നിന്നാണ് പടം ചെയ്യുന്നത്. കൽക്കി എന്ന് പറയുന്നത് 6000 വർഷം എടുക്കുന്ന ഒരു ഇതുള്ളൂ. അപ്പൊ 3000 BC നടന്നാണല്ലോ മഹാഭാരത യുദ്ധവും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനുശേഷം ഇനി വരുന്ന 2890 അങ്ങനെ ഒരു കാലഘട്ടത്തിലൊക്കെ കഥയായിട്ട് കാണിക്കണേ. രണ്ടാം ഭാഗം അവിടെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റ് കാലഘട്ടമാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ നല്ല രസമായിട്ട് കൊണ്ടു നിർത്തിയാണ്. എന്തായാലും രണ്ടാം ഭാഗം പൊളിച്ചടക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അജാതി മേക്കിങ്. ഇന്റർവെല്ലിൽ കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് എഡ്ജാണ്, നമ്മൾ അജാതിയായിരുന്നു അങ്ങനെ മേക്ക് ചെയ്ത് വെച്ചേക്കാണ് കുറെ സാധനങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, കാരണം പിള്ളേർക്ക് ഈ മറ്റേ ഗെയിംസ്, വീഡിയോ ഗെയിംസും ആ സംഭവങ്ങളിലൊക്കെ കാണുന്ന ഓരോ ക്യാരക്ടേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ബുജ്ജി വണ്ടിക്ക് വർത്താനം പറയുന്ന ടൈപ്പ്, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഹോളിവുഡ് ലെവലുള്ള സാധനം. അപ്പോൾ ആ ലെവലിൽ തന്നെ പിള്ളേരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി തന്നെയാണ് സംവിധായകൻ അങ്ങനെ കൊണ്ടുപോയിട്ട് നൈസായിട്ട് മിത്തായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് സയൻസും മിത്തും ഒക്കെ അത് ബ്ലെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, ഈ സാധനം വർക്കാവണം. നമുക്ക് അവിടെ രാമായണം ഉണ്ട്, രാമനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ രാവണനെ കൊണ്ടുവന്ന് നേരെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൊണ്ടിട്ടിട്ട് നമുക്കത് മൂന്ന് മുതിര പോലെ കല്ലേടിയായിട്ട് തോന്നരുത്. സാധനം ബ്ലെൻഡ് ആവണം, ആ വർക്കാക്കി എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ സയൻസിൽ ഇത്രയും പുരോഗമിച്ചിരിക്കുന്ന ഒരു കാലത്തിന് ആ പഴയ കാലത്തെ സംഭവമായിട്ട് നമുക്ക് ഒരിക്കലും അത് ഇത് ഇങ്ങനെ പറ്റുന്ന ഒരിക്കലും ചിന്തിക്കില്ല. ആ രീതിയിലാണ് അതിൻ്റെ സ്ക്രിപ്റ്റിങ്, ആ വർക്ക്. നാഗാശ്വം എന്ന് പറഞ്ഞാൽ ആ സംവിധായകൻ്റെ ഒരു സ്കില്ല്. പിന്നെ ഒരു കുറേ കാമിയ റോളുകളുണ്ട് കേട്ടോ, ഒരുപാട് പേര്. അതൊക്കെ സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. അതൊക്കെ അതിൽ ചിലത് നല്ലതായിട്ട് തോന്നും, ചിലത് വേണ്ടായിട്ട് തോന്നും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാ പറയും രാജമൗലിനെ തന്നെ എടുത്തിട്ടുണ്ട്. രാജമൗലി വന്നിട്ട് പ്രഭാസിൻ്റെ അടുത്ത് റെഡി വരുന്ന സമയത്ത് പ്രഭാസ് ഇയാളുടെ അടുത്ത് ചെന്നാൽ ഇനി എൻ്റെ അടുത്ത 5 വർഷം കൂടി പോകും. ബാഹുബലിയൊക്കെ 5 വർഷമൊക്കെ എടുത്തോളം പഠിച്ചാൽ പറഞ്ഞാൽ. അപ്പോൾ പുള്ളിയുടെ രക്ഷപ്പെട്ട് പോകുമ്പോൾ രാജമൗലി പറയുന്നത് നിന്നെ അടുത്തോളാം, നിന്നെ എൻ്റെ കൈ കിട്ടിയ അടുത്ത 10 വർഷം നിന്നെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ എന്തിനാണ് ഇതൊക്കെ? ചിലപ്പോൾ തെലുങ്കന്മാർക്ക് അവർക്കൊക്കെ ഫാൻസിനൊക്കെ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ ഇത്രയും വലിയ നല്ല ക്ലാസ് ആയിട്ട് അതിൽ കൊണ്ട് ഈ വക ചെറിയ നുണുങ്ങുന്ന സാധനങ്ങളൊക്കെ ഇട്ട് ഇതേണ് എന്തിനാന്ന് അറിയാൻ പാടില്ല. ഇത് വേൾഡ് ക്ലാസ് മേക്കിങ്ങും അത്രയ്ക്ക്, അതായത് ഇംഗ്ലീഷിലെ ഏത് ഹോളിവുഡ് സിനിമയോടും നമുക്ക് കട്ടയ്ക്ക് വയ്ക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. ഞാൻ ആ പറഞ്ഞ മാഡ് മാക്സ് ഫ്യൂറി റോഡുമായിട്ട് കുറേ സിമിലാരിറ്റീസ് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ പടം ഇതിൻ്റെ ഒരു ഇത് വെച്ചിട്ടോ. അല്ലാണ്ട് രണ്ടും തമ്മിൽ ഒന്നാണെന്നോ അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞത്. ഏതാണ്ടൊക്കെ സാധനം തോന്നും. രണ്ടും ത്രില്ലറാണ്, കുറച്ചൊരു ത്രില്ലർ മറ്റതാണ്. പക്ഷെ കൽക്കി കിടിലം പടം, കിടിലം പടം. തിയേറ്ററിൽ പോയി 3D കാണുക, എൻജോയ് ചെയ്യുക. ഫസ്റ്റ് ഹാഫ് ഈ പ്രഭാസിന് തിരിച്ചു വീണാട്ടം ഇഷ്ടപ്പെട്ടാണ് ഞാൻ അവളൊക്കെ വന്നിട്ട് അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവട്ടെ അതൊക്കെ. പക്ഷെ അമിതാഭ് ബച്ചൻ, എൻ്റെ മോനെ, അമിതാഭ് ബച്ചനൊക്കെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയൊക്കെ ഉണ്ടല്ല,
85 വയസ്സിൽ എജ്ജാതി ഫൈറ്റ് ഒക്കെ നിങ്ങളായിരിക്കും പുള്ളിയായിരിക്കും ഫൈറ്റ് ചെയ്യുന്നല്ല കേട്ടാ, വള്ളി ഏറ്റടിച്ചോന്നോ ഒന്നല്ല നമ്മൾ പറയണം. പുള്ളി കാല് നിറുന്നലേ പൊക്കിന്നോ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ വലിയ വീണാട്ടം മമ്മൂട്ടി മോലാനെ പോയിക്കുന്നത് അതൊന്നല്ല. ആ ഒരു ലെജൻഡിനെ കൊണ്ടിട്ട് അയാളുടെ ഒരു സ്ക്രീൻ പ്രസൻസ് വെച്ചിട്ട് അടിയാണ്. കാരണം ഇത് ഒരു മിസ്റ്ററി ലോകത്തെ ഒരു മാജിക്കൽ ഒരു മാട്രിക്സ് അടി അങ്ങനത്തെ ഒരു അടിയുള്ളൂ. അപ്പോൾ അതിൽ ഇയാളുടെ ആയോധനകലയോ അല്ലെങ്കിൽ ഇയാളുടെ മേവഴക്കൊന്നുമല്ല, ആ ഒരു ക്യാരക്ടറൈസേഷൻ, ആ അയാളുടെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടല്ലോ, അത് വെച്ച് നിർത്തിയിട്ട് അടി. പ്രഭാസും എനിക്ക് തോന്നാം ബാഹുബലിക്ക് ശേഷം പുള്ളിക്കൊരു ബ്രേക്ക് തന്നെയാണ്. കാരണം പുള്ളി സലാറായാലും മറ്റേ സഹോ പിന്നെന്താ അങ്ങനെ പടങ്ങളൊക്കെ വന്നിട്ടൊന്നും വേറൊരു പ്രണയ സിനിമ ഉണ്ടായില്ലോ, ഗ്രാഫിക്സിൻ്റെ ഒരു ആദിപുരുഷൻ പറയണ്ട, 3 പടം പുള്ളി ചെയ്ത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രഭാസിന് ബാഹുബലിക്ക് ശേഷം അതിന് മുകളിൽ സ്ഥാനം പുള്ളിക്കില്ല. അതിൻ്റെ പുള്ളിയുടെ എൻ്റെ ഒന്നും ഇപ്പോൾ റോക്കി ബാക്കി KGF പോലെ ബാഹുബലി പ്രഭാസിൻ്റെ അൾട്ടിമേറ്റ് ആണ്, അതിനപ്പുറം ഇല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോഴും സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ സിനിമ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സിനിമ പുള്ളിക്ക് ബാഹുബലിയോ അതിന് മുകളിലോ ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഒരു ഇത് നമുക്ക് തോന്നുന്നത് മഹാഭാരതം സിനിമ ഇനിയും ഇവിടെ വർക്കാവും. അത് ഇന്നത്തെ ടെക്നോളജി വെച്ച് എത്രമാത്രം ഗംഭീരമാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ എല്ലാ ഗ്ലിംസും ഈ സിനിമയിലുണ്ട്. ആ സിനിമയിലെ കുരുക്ഷേത്രത്തിൽ കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട്. ഗംഭീര അനുഭവമാണ്. ഫുൾ അങ്ങനെ ഒരു 5-6 ഭാഗമായിട്ട് യൂണിവേഴ്സ് എന്ന് പറയുന്നത് 10 സീരീസായിട്ട് ഒരു 10 സിനിമയായിട്ട് മഹാഭാരതം എടുത്താലും ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യൻ സിനിമേനെ വെട്ടാൻ പറ്റില്ല എന്ന് ഹോളിവുഡ് വരെ മുട്ടുമടക്കും. അതുമാതിരിയുള്ള തിരക്കഥ സ്ക്രിപ്റ്റൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. കാരണം മഹാഭാരതം കിടക്കാണല്ലോ. അതും ഇതുപോലെ നമ്മുടെ ഈ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അങ്ങോട്ട് ബിൽഡപ്പ് ചെയ്താൽ മാത്രം മതി. ഗ്രാഫിക്സ് വെച്ച് നാഗചൈതന്യോ അല്ലെങ്കിൽ നമ്മുടെ രാജമൗലിയണ്ണനോ പ്രശാന്തിനാണ് ഇനി പുതിയ ആൾക്കാർ വരും. ഇന്ത്യൻ സിനിമ വേറെ തലത്തിലേക്ക് പോവാണ്, വേറെ തലത്തിലേക്ക്. അത് അടിവരയിട്ട് വയ്ക്കാം ഈ പടം കൽക്കി.